ഭ്രാന്തായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും അയാൾക്ക് ഭ്രാന്താണെന്ന് തോന്നില്ല. ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ ഒരു സൈലന്റ് അറ്റാക്ക് ആയിട്ട് മരിച്ചു. പിന്നെ എനിക്ക് മാത്രം മരിക്കാത്ത പോലെ തോന്നി. പിന്നെ ഞാനോട് സംസാരിക്കുന്ന പോലെ തോന്നി. മരിച്ചു കഴിഞ്ഞിട്ടും ആ ഒരു ഫീല്, ഓനോട് സംസാരിക്കുന്ന ഫീല്, ഓ എൻ്റെ ഒപ്പം നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പം ഞാൻ പിന്നെ ജോലിക്കൊന്നും പോകണില്ല. പുള്ളി ലീവായിട്ട് ഇവൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. ശരിക്കും അതിനാണ് പിരാന്ത് പറയുന്നത്. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. കണ്ടിട്ട് തോന്നുന്നില്ല. തന്റെ ഉമ്മാനെ വിളിച്ചിട്ട് പറയണം 5th ബേബി പ്രഗ്നന്റ് ആണ്. പ്രാങ്ക് ആവൂല, പ്രാക്കാവും. ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്നാ, വീണ്ടും പോസിറ്റീവായി. ആയിക്കോട്ടെ, ഇന്റർവ്യൂ രണ്ടാളൊക്കെ കട്ട് ചെയ്ത് കണ്ടിട്ടോ. വീഡിയോസ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ഉണ്ട് അതിന്റെ സൈഡിൽ കൂടെ. ഇങ്ങനെയാണ് ഈ 4 മക്കൾ. രാത്രി ഒരു 10-11 മണിക്ക് ശേഷം ഞങ്ങൾ വ്ലോഗ് എടുക്കലില്ല, ബിസിനസ്സും ചെയ്യാറില്ല. അപ്പൊ ആ സമയം നമുക്ക് ലാഭമല്ലേ. ഇന്റർവ്യൂ എടുക്കാൻ ആള് വരും പറയുമ്പോ ആങ്കർ മുഞ്ചുണ്ടോന്ന് ചോദിക്കാം. നമുക്ക് പേടിയാണ്. എന്നാലും ഞാനേ വേറൊരു ഇന്റർവ്യൂലേ ഒരു ആങ്കർ എന്നോട് പറഞ്ഞു ഈ വലയ്ക്കൊന്നും ഇങ്ങനെ വെച്ചോർന്നു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആങ്കർ ഇങ്ങനെ പിടിച്ചിട്ട് കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തി നമ്മൾ പോയിട്ടുണ്ട്. കുടിച്ചിട്ട് ഇനിയും കൊണ്ടുപോയി മേലടി അറിയാണ്ട് ഇത്രയും കാലം അവിടെ വല കെട്ടിയിട്ട് ഇന്നങ്ങൾ അവിടെ കൊണ്ടുപോയി ഇട്ടിട്ടില്ലല്ലോ പറഞ്ഞിട്ട് കച്ചറ. കാർന്ന് പ്രസവിച്ച കുട്ടിയാണത്. ആ മുതലാണ് ഈ കിടക്കുന്നത്. ജിബ്രാനെ ഫസ്റ്റത്തത് ആദം ഇബ്രാഹിം. എബ്രാഹിം ഖുറേഷിയാണ് രണ്ടാമത്തെ മോന്. ഇവന്റേത് ലായിക്ക് ജിബ്രാൻ. ഇത് ടിഷ അലിഷ്ബ. നീ വെക്കൊരു കൂട്ട്. അപ്പൊ ഇനി ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നാണോ? എന്റെ പ്ലാനില് സ്വന്തമായിട്ടൊരു ഫുട്ബോൾ ടീം ഇറക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. അല്ലേ? ഈ അടുത്ത ട്രോഫി എപ്പോഴാ? ഇല്ല, ഇനിയിപ്പോ അടുത്ത കളി ഇല്ലല്ലോ. അല്ല, ഫുട്ബോളാട്ടോ. ഞാൻ ഫുട്ബോൾ അല്ല ഉദ്ദേശിച്ചത്. ഇത് മറ്റേ ക്വസ്റ്റ്യനാണ്. യെസ് നോറൽ പൊട്ടനാണ് ഉറപ്പിച്ചു അറിയില്ലേ. ഞാൻ അങ്ങനെ ഒലിപ്പിക്കണ ആളൊന്നല്ല. നേരെ വാ, നേരെ. ഈ ടീഷർട്ട് ഞാൻ എടുത്തതാ, ഓളാണ് ഇട്ട് നടക്കുന്നത്. ഈ പാന്റിന്റെതാ, ഈ വേള. ഒന്നും ഒരു ലിമിറ്റ് ഉണ്ടാവൂല നമുക്ക്, അല്ലേ? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കയ്യൊക്കെ പിടിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റൂല. ബാപ്പാനോടൊക്കെ ഇപ്പൊ പെണ്ണെട്ടണം പറയുന്ന മോശമല്ലേ. അപ്പൊ ഞാൻ അമ്മാനോടൊക്കെ ഇങ്ങനെ പറയും, എനിക്കൊരു പാവപ്പെട്ട കുട്ടിനെ കെട്ടാനാണ് ആഗ്രഹം. അതിങ്ങനെ ഇടയ്ക്ക് പറയും. അപ്പൊ എന്നാലും ഇവർക്ക് ഇത് കാര്യം മനസ്സിലായിക്കോട്ടെ എഴുതിയിട്ട് നമുക്ക് പാവപ്പെട്ടാലും വേണ്ടില്ല, പൈസക്കാരത്തായാലും വേണ്ടില്ല, പെണ്ണായാൽ മതി ഇതില്ല മൈൻഡിലാണ്. അപ്പൊ അതായിരുന്നു ആദ്യത്തെ ഉമ്മാനെ തുടങ്ങല്ലേ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് യൂട്യൂബിലും ഇൻസ്റ്റയിലും തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അൻഷിഫിക്കയും കുഞ്ഞോളത്തെയുമാണ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. തുടങ്ങല്ലേ. അപ്പൊ നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിന്ന് തന്നെ തുടങ്ങാം. യൂട്യൂബിലും ഇൻസ്റ്റയിലും വീഡിയോസ് ഇട്ട് തുടങ്ങിയത് ഒരു സീരിയസ് ആയിട്ടായിരുന്നോ, അല്ലെങ്കിൽ ഒരു ടൈം പാസ് ആ ഒരു ഇതിലായിരുന്നോ? ടൈം പാസ് തന്നെയായിരുന്നു മെയിൻ ആയിട്ട്, അല്ലേ? കാരണം ഇൻസ്റ്റഗ്രാമിലാണ് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത്. അതിന് നമുക്ക് ഏണിങ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പം അതൊരു പാഷനായിരുന്നു. അതായത് നമ്മളൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ചെയ്യുന്നൊരു സംഭവം. അത് പിന്നെ ട്രാക്കിൽ കയറിയപ്പോൾ ഞങ്ങൾ സീരിയസ് ആക്കി പ്രതീക്ഷിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ കിട്ടാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷകളല്ലേ ജീവിതം. എന്നാലും ഏകദേശം എന്ന് പറഞ്ഞാൽ മതി, ആവറേജ്. അങ്ങനെ ഞാനിപ്പോ പറയും. എന്നാലും ഏകദേശം ഞങ്ങൾക്ക് അറിയാം. കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് 4 മക്കളുണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ സ്കൂളിൽ പറഞ്ഞേക്കണം, പിന്നെ ഇവിടെ നോക്കണം, ഇവർക്ക് മീഷോ ഒന്ന് പർച്ചേസ് ചെയ്യണം. അങ്ങനെയുള്ള സകല ചെലവുകളും ഇതിന് വേണ്ട പോവാന്. കാരണം എനിക്ക് അങ്ങനെ പണിക്ക് പോകണമെന്ന് ഇഷ്ടമല്ല. എനിക്ക് തീരെ ഇഷ്ടമല്ല, കയ്യൊക്കെ ഹാർഡാവില്ലേ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് മെന്റാലിറ്റി ഉള്ള ആളാണ്. അങ്ങനെ വിയർപ്പിന്റെ അസുഖമുള്ള മനുഷ്യനാണ്. അപ്പൊ ഇതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സ്പെൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചേച്ചിയുടെ ചെലവ് പറഞ്ഞു, പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പറഞ്ഞു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് എന്തിനാ? മെയിനായിട്ട് തന്നെ ഇവളെ ടീഷർട്ട്, ഡ്രസ്സ്. കാരണം ഞാനിട്ട മാല ഓള് ചെയ്തതാ, ഞാനിട്ട വാച്ച് ഓള് പർച്ചേസ് ചെയ്തതാ. അത് ഞാനും ഇടാറുണ്ട്. ഈ ടീഷർട്ട് ഞാൻ എടുത്തതാ, ഓളാണ് ഇട്ട് നടക്കുന്നത്. ഈ പാന്റിന്റെതാ, ഈ വെള്ള. എനിക്കൊന്നും ചെയ്യണില്ല, ഞാൻ ആകെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് മാത്രമേ വാങ്ങാം. കുറച്ചൊന്നല്ല, നമുക്ക് പ്രൊമോഷൻ കിട്ടുന്ന ഒരു ലോഡ് ഉണ്ട്. അതിന്റെ പുറത്തോട് പൈസ എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഇതൊക്കെ ഇത്ര വില ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഓൾറെഡി പ്രൊമോഷൻ വരുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ അറിയൂല. ആ ഓരോരുത്തർക്ക് കൊടുക്കും, ആ കുടുംബക്കാർക്ക് പേർക്കൊക്കെ കൊടുക്കും. എന്നിട്ടാണ് അതേ സാധനങ്ങള്
700-800 റുപ്യ കൊടുത്തിട്ട് ഇത്ര വലിയ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്നേ. എവിടെ ആ ഒക്കെ ഞാൻ പറയുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ? അറേഞ്ച്ഡ് വിത്ത് ലവ്. അറേഞ്ച്ഡ് ആദ്യം ലവ് ചെയ്തു പിന്നെ അറേഞ്ച് ചെയ്തു. അറേഞ്ച് ചെയ്തിട്ട് ലവ് ചെയ്തു. എന്തായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ ഇക്കാനെ കണ്ടപ്പോ? പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനത്തെ ആളായിരിക്കും അല്ലെങ്കിൽ കണ്ടപ്പോ ഭയങ്കര ഒരു സീരിയസ് മനുഷ്യനായിരിക്കും വിചാരിച്ചു? സീരിയസ് അല്ല, എന്താ ഞങ്ങള് നേരിട്ട് കണ്ടിട്ടില്ല, ജസ്റ്റ് ഫോട്ടോയിൽ കണ്ടുകാണ്ട് ഞങ്ങളത് ഫിക്സഡ് ആക്കിയതാണ്. പിന്നെ ഒരു 4-5 മാസം നമ്മള് ഒരു ഫോട്ടോ തന്നെ ഈ പെണ്ണുങ്ങളെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട്. എനിക്ക് തോന്നിയത് ഇൻസ്റ്റയിൽ ഇപ്പൊ കൊറേ റിക്വസ്റ്റ് വരുന്നുണ്ടായില്ലേ, ഫോട്ടോ മാത്രം കണ്ട് എന്റെ അക്കൗണ്ടിൽ നിന്ന് കാക്കുവാണ് റിപ്ലൈ കൊടുക്ക ലേഡീസിന് കേട്ടോ. ഇവള് എനിക്ക് ടൈം ഉണ്ടാവില്ല, പക്ഷെ അപ്പൊ കാക്ക് ഫുൾ ഞാൻ എന്തെങ്കിലും റിപ്ലൈ എന്തെങ്കിലും കാര്യം ചോദിച്ചാ ഒരു ഗേൾസ് മറുപടി തന്നെ തരൂല, റിപ്ലൈ വൈകും. അപ്പൊ ഇവിടെ അക്കൗണ്ട് കയറിയിട്ട് ഞാൻ വെറുതെ ഇപ്പൊ എവിടെ ചോദിച്ചാൽ അതിന് വേറെ റിപ്ലൈ കിട്ടും. ചോദിക്കുമ്പോ എന്നിട്ട് ഞാൻ അവിടെ വന്നിട്ട് ആടി ഇതായാലും എനിക്ക് പണിയിച്ചിട്ട് പുറത്തിൽ വന്നിട്ട് എന്റെ അക്കൗണ്ടിൽ കയറിയിട്ട് ഓളെ അക്കൗണ്ട് എന്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ അതെ പിന്നെ ഞാൻ ആർക്കെങ്കിലും മെസ്സേജ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഇവിടെ അക്കൗണ്ട് പോയിട്ട് ഓലെ ബ്ലോക്ക് ആക്കിയിടും. എന്നിട്ടാണ് ഞാൻ മെസ്സേജ് അതെ എന്തെങ്കിലും തിരിഞ്ഞു കൊത്താൻ തോന്നിയാൽ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടത് എന്നാ? ഗൾഫിൽ നിന്ന് വന്നിട്ട് ഞാൻ ദുബായിലായിരുന്നല്ലോ. ഇത്ത കയ്യൊക്കെ പിടിക്കുന്നുണ്ട് പറയല്ലേ. കുഴപ്പമില്ല, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 4 മക്കളാ, ഇനി ആര് ചോദിക്കാൻ വേണ്ടി പറഞ്ഞോ? ധൈര്യമായിട്ട് പറഞ്ഞു. ഞങ്ങൾ ഫസ്റ്റ് ആവശ്യം അങ്ങനെ ഞങ്ങള് പ്രേമൊന്നുമല്ല, ഞാൻ ദുബായിലായിരുന്നു. അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു പാവപ്പെട്ട ഒരു കുട്ടിയെ കെട്ടിയിട്ട് ഓക്കൊരു വലിയൊരു വഴി തുറന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സ്വപ്നം. എല്ലാ വയ്യണ്ട അടിച്ച് അതെ ഊടുവഴികളായിരുന്നു, അതൊക്കെ ഞാൻ അടച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുടുംബക്കാരോടൊക്കെ ഇങ്ങനെ. പിന്നെ എനിക്ക് പ്രായമായിട്ടില്ലല്ലോ, എത്രയാണ് 20? ഞാൻ പിഞ്ചു കുഞ്ഞായിരുന്നു. ഇതാണ് നമ്മുടെ ടിഷുമോളിലെ ടിഷ ബേബിയാണ്. അപ്പൊ വാവ കരഞ്ഞതിന്റെ ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നതാണ്. ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് ഒരു ക്ഷീണാണ് അല്ലെ. 4ാമത്തെ കുട്ടി പെൺകുട്ടിയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമായിരുന്നു എന്ന് പറയപ്പെടുന്നു. കാലം തെളിയിക്കട്ടെ. അതല്ല, അതെ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള അധ്വാനായിരുന്നു. നീ വെക്കൊരു കൂട്ട് അല്ലേ ടിഷ ബേബി. ഞാനിവിടെ ഒറ്റപ്പെടുകയാണ്. ബാക്കിയുള്ളവര് സ്കൂളിൽ പോകുമ്പോ പിന്നെ ഇവരൊക്കെ ആൺകുട്ടികളല്ലേ, ഓരോരോ ഗെയിമിങ് സ്പിരിറ്റ് ഒക്കെ വേറെ. ഇനി ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണോ? അതെ ഇപ്പല്ല അതൊക്കെ ഇഷ്ടല്ല കേട്ടോ. പിന്നെ കുട്ടികളെ കാര്യം പറയണതെന്ന് ഇഷ്ടല്ല, ഞാൻ പറയലില്ല. ഭയങ്കര ദേഷ്യാണ്. ഇപ്പൊ എങ്ങനെ മാനേജ് ചെയ്യണേ? യൂട്യൂബ് നോക്കണം, ഇൻസ്റ്റ നോക്കണം, ഇവരെ രാവിലെ സ്കൂളിൽ വിടണം. കുട്ടികളെ കൊണ്ട് സത്യം പറഞ്ഞാല് എല്ലാ കുട്ടികളെയും നമ്മൾ തന്നെ വേണ്ടെന്ന് നോക്കുക. എന്റെ കുട്ടികളെയും നോക്കണം, ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണ കുട്ടികളെയും നോക്കണം. ഇതിലേതിലാണ് കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കാറ്? ഇവിടുന്ന് ഇവിടെ സമ്മർദ്ദമാണ് എനിക്ക് കുട്ടികളെ നോക്കാൻ, അവിടുന്ന് ഓരോ സമ്മർദ്ദമാണ്, ഓരോ നോക്കണില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ ഒലിപ്പിക്കണ ആളൊന്നുമല്ല. നേരെ വാ നേരെ. ഇപ്പൊ ഞങ്ങൾ പോയാ എനിക്ക് കിട്ടും. വേഗം നോക്കോളെ അക്കൗണ്ടിൽ ആരൊക്കെ ബ്ലോക്ക് ആയി കിടക്കുന്നുണ്ട്, ഓള് ബ്ലോക്ക് ആക്കാത്ത ഏതൊക്കെ പെണ്ണുങ്ങളുണ്ട് നോക്കോള് ചെയ്തിട്ടോ. ഇപ്പൊ കല്യാണത്തിന് മുമ്പത്തെ കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഉപ്പ ഉമ്മനൊക്കെ അറിയാതെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടോ? ഓ ഇഷ്ടം പോലെ. എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാല് ഒരു പാവപ്പെട്ട കുട്ടിയെ കല്യാണം കഴിക്കുക. അതിൽ ഞാൻ സൗന്ദര്യത്തിലൊന്നും ഞാൻ വിശ്വസിക്കണില്ല, അതൊന്നും ഞാൻ നോക്കിയിട്ടുമില്ല. അങ്ങനെയാണല്ലോ. പക്ഷേ സൗന്ദര്യമുള്ള കുട്ടീനെ തന്നെ കിട്ടി. ഇതിന് സൗന്ദര്യം പറയും, അങ്ങനെയും അപ്പൊ ആ ഒരു അങ്ങനെ സൗന്ദര്യത്തിലും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ എന്താ ഒരു പാവപ്പെട്ട കുട്ടീനെ മതി. കാരണം നമ്മൾ കല്യാണ പ്രായം ആയിട്ടില്ലല്ലോ, 24 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ബാപ്പാക്കൊന്നും കല്യാണം കഴിപ്പിക്കാനൊന്നും ഒരു താല്പര്യമില്ല. പിന്നെ ആരാണ്? അപ്പൊ ഞാനിത് മുന്നോട്ട് ഞാൻ തന്നെ ഇത് പറയണല്ലോ. അപ്പൊ നമ്മളെന്നെ പറയണമെന്നുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് അങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റൂല. ബാപ്പാനോടൊക്കെ ഇപ്പൊ പെണ്ണെട്ടണം പറയണ മോശമല്ലേ.
അപ്പൊ ഞാൻ അമ്മാനോടൊക്കെ ഇങ്ങനെ പറയും എനിക്കൊരു കല്യാണം എനിക്ക് ഒരു പാവപ്പെട്ട കുട്ടീനെ കെട്ടാനാണ് ആഗ്രഹം. അതിങ്ങനെ ഇടക്ക് പറയും. അപ്പൊ എന്നാലും ഇവർക്ക് ഇത് കാര്യം മനസ്സിലായിക്കോട്ടെ എന്നിട്ട് നമുക്ക് പാവപ്പെട്ടാലും വേണ്ടില്ല, പൈസക്കാരത്തായാലും വേണ്ടില്ല, പെണ്ണായാൽ മതി എന്നുള്ള മൈൻഡിലാണ് അപ്പോ. പക്ഷെ ഇത് അവതരിപ്പിക്കുമ്പോ ഒരു നീറ്റ് കോൺവെർസേഷൻ ആവാൻ വേണ്ടിട്ട് ഒരു പാവപ്പെട്ട കുട്ടിയെ മതി, ഒരു എത്തിയും കുട്ടിയെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവളെ കല്യാണം കഴിക്കാനായിട്ട് മുട്ടി നിൽക്കുന്ന ചെക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ എങ്ങനെ അവതരിപ്പിക്കണം പാവപ്പെട്ട കുട്ടീനെ എനിക്ക് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഒരു എത്തിയും കുട്ടിയെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലാവും. പിന്നെ കല്യാണപ്രായം ആയി എന്നുള്ളത് ഒരു അറിയിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിട്ടും അത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് വന്നില്ലേ. ദുബായിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യണത് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് നമ്മള് വീട്ടില് സാധാ നോർമല് ഞാൻ പെണ്ണ് കാണാൻ പോയി, ചായ കൊണ്ടുവരുന്നു. പിന്നെ അന്ന് എന്താ വെച്ചാല് ഞാനൊരു ഡിപ്രഷൻ മോഡലായിരുന്നു. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാല് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് പോയിട്ടുണ്ട്. എൻ്റെ മെമ്മറിയിൽ ഇല്ല അതൊന്നും. കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ആ പെണ്ണ് കാണാൻ പോയ സമയത്ത് ഞാനൊരു ഗൾഫിൽ നിന്നൊരു മരണം കണ്ട് പേടിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഓർമ്മകൾ ഇങ്ങനെ മാഞ്ഞു പോകും, എറസായി പോകും, മെമ്മറി ലോസ് വരും. അങ്ങനെയാണ് ആ ടൈമിലാണ് ഇവിടെ കാണാൻ പോണത്. എന്നിട്ട് ഇവിടെ കാണാൻ പോയി വന്ന ഉടനെ തന്നെ എനിക്ക് എന്ത് ചെയ്യണില്ല, ഇത് ഓർമ്മയിലില്ല. ഇവിടെ കണ്ടതൊന്നും ഇവളുടെ മുഖമൊന്നും കിട്ടണില്ല. എനിക്കിങ്ങനെ ഒരു റെഡ് ചുരിദാറിട്ട് ഇങ്ങനെ ഒരു റെഡ് എന്തോ ഒരു ഡ്രസ്സിലിങ്ങനെ അല്ലേ നിൽക്കുന്നൊരു ഇത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് ഓർമ്മ തിരിച്ചിട്ട്, പക്ഷെ എന്നാലും ഓർമ്മ ഇല്ലാത്തവർ അഭിനയിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് ഇവിടെ ഇടക്ക് കാണണം, ഇടക്ക് കാണാൻ പോകണം. അപ്പൊ വീട്ടിൽ നിന്ന് അയക്കൂല. അപ്പൊ ഞാൻ പറയും എന്തോ ഓളെങ്ങനെ ഇനിന്നൊക്കെ ചോദിക്കും. ഉമ്മാനോട് പോയിട്ട് എങ്ങനെ ഇനി ഓളെ മുഖം എന്നൊക്കെ ചോദിക്കും. അപ്പൊ മരുന്നിന്റെ കുട്ടി ഒന്ന് പോയി കണ്ടോളിയാറ്. അപ്പൊ അത് ഐഡിയ ആക്കിയിട്ട് ഞാൻ പോവും. മറ്റേ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, നിക്കാഹ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മളൊക്കെ സമുദായത്തിൽ ഇങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഉടനെ പോയി കാണാനൊന്നും പറ്റൂല. എൻഗേജ്മെന്റിന് മുന്നേ പ്രശ്നമല്ല, ഇപ്പത്തെ അങ്ങനെയാണല്ലോ. ഇപ്പത്തെ അന്ന് ഞങ്ങളെ ഇതിലൊന്നും അങ്ങനെയല്ലോ. ഇപ്പൊ 2-3 ഇയർ ആയിട്ടുള്ളല്ലോ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു സിസ്റ്റം വന്നിട്ട്. അന്നൊന്നും അങ്ങനെ കാണാനോ ഇതൊന്നുമില്ല. ഫോൺ വിളി തന്നെ പറ്റൂല. ഫോൺ വിളിക്കാറൊന്നുമില്ല. ഇവക്ക് വിളിച്ചാലുള്ള പ്രശ്നം. ഞാൻ വേറെ പെണ്ണുങ്ങൾക്ക് കുറെ വിളിച്ചു, അതിനൊന്നും വീട്ടിൽ പ്രശ്നമല്ല. ഇവക്ക് വിളിച്ചാൽ അവര് പറയാ ഇപ്പൊ തന്നെ ചെയ്യാൻ പാടില്ല, ഇപ്പൊ തന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നൊക്കെ അല്ലേ. അങ്ങനെ ഞാൻ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞങ്ങൾ കാണാൻ പോയത് അല്ലേ, സ്കൂൾ കാണാൻ പോയത്. രണ്ടാമത്തെ പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് വരുന്നത് എന്റെ സ്കൂൾ. ഞാൻ ഈ ഒരു ഐഡിയ മെമ്മറി ലോസ് ഒരു ഐഡിയ ആക്കി അതിന്റെ ഒരു ടൂളാക്കി മാറ്റി ഇവളെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട്. ഉമ്മാനോടൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കോളെ ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ഡോക്ടർ ഉമ്മാനോട് ആദ്യം പറഞ്ഞു ഓന്റെ ഇഷ്ടങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതാക്കി കൊടുക്കണം, ഓനെ ഇത് ചെയ്ത് റിജക്ഷൻ വിഷമിപ്പിക്കരുത്, സങ്കടമാവാ കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അത് എന്ത് ചെയ്യും, മുതലെടുത്തിട്ട് ഇടക്ക് ഉമ്മാനോട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അമ്മ, അപ്പം മരുന്ന് എൻ്റെ കുട്ടി ഒന്ന് പോയി കണ്ടോളിയാൽ. അങ്ങനെ പോവും, കാണും, ഞങ്ങൾ വർത്താനം പറയും, അങ്ങനെയൊക്കെ അല്ലേ. ഫസ്റ്റ് ഞാൻ സ്കൂൾക്ക് ഓളെ സ്കൂൾക്ക് കാണാൻ പോയി. ഓളെ സ്കൂൾക്ക് കാണാൻ പോയി. അപ്പൊ സ്കൂൾ വിടുന്ന നേരത്തെ ഞാൻ ബൈക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുകയല്ലേ. അന്ന് എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, ആകെ ഒരു 500 റുപ്യ ഉണ്ട് ഇനിയത്. അപ്പൊ ഇപ്പോഴും എനിക്ക് മനസ്സിലുള്ളൊരു ഓർമ്മ എന്താ വെച്ചാല്, അപ്പം ഇവരെ സ്കൂളിലൊരു കാലിന് സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട്. കാലിന് ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ലേ. അപ്പോൾ ഓന് ഞാൻ എൻ്റെ അടുത്ത് 500 റുപ്യ ഉണ്ട്, ഒരു 250 റുപ്യ കുറച്ച് ലോങ്ങാണ്, എണ്ണ അടിക്കണം, ഒരു 150 റുപ്യക്കൊക്കെ ഒരു ഡയറി മിൽക്കോ ഫുഡിനോ നിർബന്ധിക്കാത്ത രീതിയിൽ ഒരു ഡയറി മിൽക്കൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് വേഗം കണ്ടിട്ട് മീറ്റ് ചെയ്ത് പോരാന്നുള്ള പ്ലാനിലാണ് 500 റുപ്യയും കൊണ്ട് പോണേ. ആ 500 റുപ്യ ഇവൻ ചെന്നിട്ട് ചോദിച്ചതിനോട് ഏട്ടാ ഒരു ഐസ് വാങ്ങി തരും ചോദിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായി, കാരണം കാലിന് സുഖമില്ലാത്തൊരു കുട്ടിയല്ലേ. അപ്പോൾ അവരൊക്കെ അപ്പം ഞാനൊക്കെ ഇങ്ങനെ ഐസൊന്നും വാങ്ങാൻ നമ്മളെ ആ ചെറുപ്പത്തിൽ അമ്മക്കൊക്കെ ഭയങ്കര അപ്പം ഞാൻ അവിടെ മെയിനായി അവനക്കൊരു ഐസ് കൊടുക്കിയിട്ട് പറഞ്ഞു, ആ കുട്ടിക്ക് ഒരു ഐസ് കൊടുക്കിയിട്ട് പറഞ്ഞു ഐസുകാരനോട്. അതിൽ പിന്നെ ഓൻ്റെ ഒപ്പമുള്ളൊരു ചെക്കൻ വന്നിട്ട് എനിക്കും വാങ്ങിത്തരും ചോദിച്ചു. ഞാൻ പറഞ്ഞു അവർക്കൊക്കെ ഒരു ഐസ് കൊടുക്കിയിട്ടാണ്. ഇവ എന്താട്ടിക്കുന്നു, ഈ കാലിന് സുഖമില്ലാത്ത ചെക്കൻ പോയിട്ട് ഓൻ്റെ ചെങ്ങായിമാര് ഇവരെ പീട്ടിക്ക് വിട്ടതാ, ഇവരെല്ലാവരും വന്നിട്ട് ഐസ് വാങ്ങി. എത്ര എന്നിട്ട് 630 റുപ്യക്ക് ബില്ല്. എൻ്റെ താഴെ 500. ഇവളാണെങ്കിൽ ഇപ്പൊ വരും ചെയ്യും. ഞാൻ വേഗം 500 കൊടുത്തിട്ട് വേഗം തടി വെച്ചിലാക്കി. എന്നിട്ട് റോട്ടിൽ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇവള് വരുവോളോ. കാരണം ഐസിന്റെ പൈസ കൊടുക്കുക, ഞാൻ ഇപ്പൊ വരട്ടോ ബാക്കി ഇപ്പൊ കൊണ്ടുവരട്ടോ പറഞ്ഞിട്ട് പോയതാ. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ഡയറി മിൽക്ക് കൂടി വാങ്ങി കൊടുക്കാതെ ഒരു ഉമ്മ കൊടുത്തിട്ടാ പോകുന്നത് സമ്മാനായിട്ട്. ഡയറി മിൽക്ക് അതായിരുന്നു ആദ്യത്തെ ഉമ്മ അല്ലേ?
എക്സ്ക്ലൂസീവ് കണ്ടന്റ്. അതൊന്നും അതിനങ്ങനെ അന്നത്തെ അതെല്ലാന്ന് പറഞ്ഞാലും പ്രശ്നട്ടോ. അതാണ് ഇത് മറ്റേ ക്വസ്റ്റ്യൻ ആണ്. യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും പൊട്ടനാണ് ഉറപ്പിച്ചു പറയല്ലേ. അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ഉമ്മ അതാണോന്ന് ചോദിച്ചാല് ചിലപ്പോ അതന്നെയായിരിക്കും അല്ലേ. ചിലപ്പോ അതന്നെ. പക്ഷെ അതൊന്നും ഒരു ഫീലില്ല കേട്ടോ. കാരണം ഇവിടെ ഞാൻ ടെൻഷനും പേടിയും. കാരണം ഐസാരനെ പിടിക്കാൻ വരുമെന്നുള്ള പേടിയുണ്ട്. 130 രൂപ അവിടെ കൊടുക്കാനുണ്ട്. അതെ. പിന്നെ ഞാൻ വണ്ടി ഇങ്ങനെ റേസ് ആക്കണം. ഇവിടെ കേറുന്നില്ല. ഇവക്കൊരു ബലം പിടുത്തം അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം കുട്ടികള് നിക്കാഹൊക്കെ കഴിഞ്ഞാല് ഈ കെട്ടിയോന്റെ അടുത്ത് ഇങ്ങനെ അഭിനയിക്കൂലേ, ഭയങ്കര ഷൈ ആയിട്ടും ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഇതൊന്നും ഞങ്ങൾക്ക് ശീലല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങോട്ട് അതെ ഒരു ഡിമാൻഡ് സപ്ലൈ കുറച്ച് ഡിമാൻഡ് കൂട്ടുന്ന പരിപാടി ഉണ്ടല്ലോ. ആ ഒരു സംഭവം ഞാൻ അതിങ്ങനെ കേറ് വണ്ടിമ്മ കേറ്. അപ്പൊ ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ടീച്ചർ, എന്റെ ടീച്ചർ എന്തോ ചീത്തറിനോ ഫ്രണ്ട്സിനോട് ചോദിച്ചിരിക്കണേ ആരാണ് ഇത് എന്നുള്ളത്. ഞാനന്ന് +1 +2 ഒക്കെ പഠിച്ചിരുന്നത്. ഞങ്ങൾ രണ്ടാളും സംസാരിക്കാനല്ലേ, കുറച്ച് മാറി നിങ്ങാണ്ട് സംസാരിക്കാണ്. അതിൽ ടീച്ചർ ഓരോട് പോയി ചോദിച്ചിരിക്കണേ അത് ആരാണ്, ഓളത് ആരാണ് ചോദിച്ചിട്ട് കട്ടമോള് ചെക്കനാണ് എൻഗേജ്ഡ് ആണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇത് വീട്ടിലറിയാതെ, കാരണം ഓളോ വീട്ടിലും ഇഷ്ടമല്ല. കാരണം ഓരൊക്കെ കുറച്ച് മതപരമായിട്ട് വീട്ടിലും അറിയില്ല. പിന്നെ കാക്കുതേമാര് ഗുളികൊക്കെ കുടിച്ചുകൊണ്ടാണ് ഇന്റെ അടുത്തേക്ക് വന്നത്. ഡിപ്രഷൻ അല്ലേ, സുഖമില്ലാത്ത ചെക്കനല്ലേ, പേടിയാണ് അവർക്ക് എന്തത് കാട്ടെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നും അറിയില്ലല്ലോ. പിന്നെ അന്ന് ഭയങ്കര ഒക്കെ ഒരു എക്സ്ട്രീം ലെവലായിരിക്കും എൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ. ഒന്നൊരു ലിമിറ്റ് ഉണ്ടാവില്ല നമുക്ക് അല്ലേ, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇമോഷൻസിനൊന്നും. ധൈര്യമാണെങ്കിൽ പെരും ധൈര്യം, സങ്കടമാണെങ്കിൽ പെരും സങ്കടം. ഇടക്ക് നൊലോളിക്കൊക്കെ ചെയ്യും ഞാൻ, ഭയങ്കരമായിട്ട് പൊട്ടിക്കരയും. ഇടയ്ക്ക് ഞാൻ ദേഷ്യപ്പെട്ട് വണ്ടിമെന്നൊക്കെ ഇറക്കി വിട്ട് ഞാൻ പോവുകയൊക്കെ ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് മറന്നൊക്കെ വെച്ച് പോരും. അങ്ങനത്തെയൊക്കെ പെണ്ണുങ്ങളെയൊക്കെ മറന്നു വെക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവം ഇരുന്ന്. പിന്നെ അങ്ങനെ ഡിപ്രഷനിലേക്ക് പോകാനുള്ള കാരണം അത് ദുബായിലല്ലേ, ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു, എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ ഒരു സൈലന്റ് അറ്റാക്ക് ആയിട്ട് മരിച്ചു. അങ്ങനെ പിന്നെ എനിക്ക് മാത്രം മരിക്കാത്ത പോലെ തോന്നി. പിന്നെ ഞാൻ അവനോട് സംസാരിക്കണ പോലെ തോന്നി. ഒക്കെ ഒരു തോന്നലുകളാണ്. അങ്ങനെ എനിക്ക് അവനോട് സംസാരിക്കണ പോലെയും വർത്താനം പറയണ പോലെയോ എൻ്റെ ഒപ്പം നിൽക്കണ പോലെയൊക്കെ തോന്നും. മരിച്ചു കഴിഞ്ഞിട്ടും ആ ഒരു ഫീല്, അവനോട് സംസാരിക്കണ ഫീല്, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ. അപ്പം ഞാൻ പിന്നെ ജോലിക്കൊന്നും പോകണില്ല, വർക്കൊന്നും എടുക്കാതെയായി, ഫുള്ള് ലീവായിട്ട് ഇവൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. ഇവന് പോയിക്കണ്, ഞാൻ ഇവിടെ ഒരു പണിക്കും പോവാതെ അന്തം വിട്ട് നടക്കുക. ഞാൻ ഏതോ ലോകത്താണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് ശരിക്കും അതിനാണ് പിരാന്ത് പറയുന്നത്. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ശരിക്കും അങ്ങനെ ആവരുത്. നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കാനുള്ളൊരു മെൻ്റൽ പവർ മനുഷ്യന്മാർക്ക് വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് പാസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഓവറായിട്ട് ഫ്യൂച്ചറിലേക്കോ പോകാൻ പാടില്ല. പ്രസൻറ്റിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശരിക്കൊരു നല്ലൊരു ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഓക്കെ ആയോ? കണ്ടിട്ട് തോന്നുന്നില്ല. അല്ല അങ്ങനെയല്ല, ഓക്കെ ആയി തോന്നി. പക്ഷേ മെഡിക്കേഷൻസ് എടുക്കുന്ന ഇത് നമുക്ക് ഒരാൾക്ക് ഭ്രാന്തായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും അയാൾക്ക് ഭ്രാന്താണെന്ന് തോന്നൂല. അപ്പൊ ഇത് പുറത്ത് നിൽക്കുന്ന ആളുകളാണ്, കാണികളാണ് ഇത് വിലയിരുത്തുക. എപ്പോഴും അങ്ങനെയല്ലോ, ഗ്രൗണ്ടിൽ നടക്കുന്ന കാണികൾ വിലയിരുത്തണം ഇത് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചു, ഗുളിക എടുക്കുന്നുണ്ടോന്ന് അറിയില്ലല്ലോ. ഗുളിക ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും 7 വർഷത്തിന് മുകളിലായി. ഞാൻ ആകെ 2 മാസം ഗുളിക നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ പ്രണയം, അതാ ഞാൻ ചോദിക്കാൻ വന്നേ, പ്രണയം അതിനൊരു മരുന്നായി മാറി എന്ന് പറയാൻ പറ്റുമോ? സത്യം പറഞ്ഞാല് ഞാൻ എൻ്റെ നിക്കാഹിന്റെ തലേ ദിവസമാണ് ഒരു പക്ക നോർമലാവുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നിക്കാഹിന് ഞാൻ പോണ സമയത്തൊക്കെ എൻ്റെ കുടുംബക്കാരൊക്കെ പറഞ്ഞു ഇപ്പോൾ ഒരു പഴയ അനുഷ്ഠിനെ കാണുന്നുണ്ട് എന്നുള്ള അങ്ങനത്തെ ഒരു വൈബിലേക്ക് ഞാൻ തിരിച്ചു വന്നത്. അതുവരെ ഞാനൊരു ഇങ്ങനെ ഫ്രണ്ട്സിന് മറ്റേ ജയറാമുണ്ടല്ലോ ലാസ്റ്റ് തലക്കടി ഇട്ടിട്ട് ഇരിക്കുന്ന സംഭവം, അതേപോലെ എവിടെ ഇരുത്തിയാലും അവിടെ ഇരിക്കും. കുറേ സമയമായിട്ടുണ്ടാവും, പക്ഷെ ഇത് ചുറ്റുള്ളവർക്ക് സമയം അറിയുള്ളൂ. ഈ ഇരിക്കുന്ന ആൾക്ക് ഇത് സമയം അറിയില്ല. കാരണം ഓൻ്റെ ചിന്ത വൈഡാണ്, ഫുള്ള് വേൾഡ് വൈഡ് ചിന്താഗതികളാണ്. അങ്ങനെ പോവും. അതുകൊണ്ട് എനിക്ക് ഇവിടെ സമയം പോകണ അറിയില്ല, ക്ലോക്കൊക്കെ പോയി നോക്കണില്ല. ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് എന്താ, ഒരു ചെയറിൽ ഒരാളിങ്ങനെ ഇരിക്കുന്നു, ഒരു കഞ്ചാവൊക്കെ അടിച്ച ഫീലാണ് സത്യം പറഞ്ഞാൽ. കഞ്ചാവ് അടിച്ച ഭ്രാന്താവ് എന്ന് പറയുന്നത് സത്യം. കാരണം കഞ്ചാവ് അടിച്ച എനിക്കത് മനസ്സിലാവും, അത് ആ ഒരു ഫീലാണ് അവർക്കൊക്കെ കിട്ടുന്നത് എന്നുള്ളത്. കാരണം നമുക്ക് വേറൊരു വേൾഡിലൂടെ അങ്ങനെ സഞ്ചരിക്കാൻ പറ്റും, സമയം പോണതേ അറിയില്ല. അതേ സെയിം സംഭവമാണ് എനിക്ക്
ഈ ഒരു സംഭവം പ്രണയത്തിലേക്ക് ഉണ്ടായ അല്ല അങ്ങനെയല്ല, ഈ ഒരു സംഭവം അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. ഞാൻ വെറുതെ ചിന്തിച്ചു കൂട്ടിയിരിക്കുക. പിന്നെ ഇവളായിട്ട് ഞാൻ എൻഗേജ്ഡ് ആയപ്പോഴാണ് ഇവളായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മിങ്കിൾ ചെയ്യാനും തുടങ്ങിയപ്പോഴാണ് ഞാൻ ബിസി ആയത്. അപ്പോൾ ഞാൻ പതുക്കെ പ്രസൻറ്റിലോട്ട് വന്ന് പിന്നെ പക്കാ നോർമലായി. നിക്കാഹൊക്കെ കഴിഞ്ഞ് ആ ഒരു ടൈം ആയപ്പോഴേക്ക് ഞാൻ കൂടുതൽ നോർമലായി. പിന്നെയും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇടക്ക്. ഒരു അഗ്രസീവ് മെൻറ്റാലിറ്റി ഒക്കെ ഇടക്ക് വരും. ഒരു ഭീമരഘു ഉണർന്നു അറിയില്ല, അതേപോലെ ഇടക്കങ്ങോട്ട് വരും. അത് പിന്നെ ഞാനെന്നെ അങ്ങോട്ട് ഉള്ളിക്ക് വലിക്കലാണ്. അങ്ങനെ ഭീമൻ രഘു ആയിട്ട് വലിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വലിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങൾ ഇടക്കുണ്ടാവും ചില സമയത്ത്. നമുക്ക് അൺകൺട്രോൾഡ് ആയിട്ട് പോവാണ് ചില സമയത്ത്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് ഇത് നോക്കുകയാണെങ്കിൽ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും എപ്പോഴും വീഡിയോസ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ഉണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ. ഇതിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ എങ്ങനെയാണ് ഈ 4 മക്കള് അതിനുള്ള സമയം എങ്ങനെ കിട്ടുന്നു? ഞങ്ങൾ ഒന്നാമത് മെയിനായിട്ട് ഞങ്ങൾ രാവിലെയാണ് വ്ളോഗ് എടുക്കല്. പിന്നെ രാത്രി ഒരു 10-11 മണിക്ക് ശേഷം ഞങ്ങൾ വ്ളോഗ് എടുക്കലില്ല, ബിസിനസ്സും ചെയ്യാറില്ല. അപ്പൊ ആ സമയം നമുക്ക് ലാഭല്ലേ അല്ലേ? മെയിനായിട്ട് സുബഹിന്റെ ടൈമിലൊക്കെ ആരെങ്കിലും ബിസിനസ് ചെയ്യുമെന്ന് വെച്ചാൽ കട്ടായിക്കോട്ടോ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു പ്രാങ്ക് ചെയ്യാം. ഇത്താന്റെ ഉമ്മാനെ വിളിച്ചിട്ട് അല്ല, ഇത്താന്റെ ഉമ്മാനെ വിളിച്ചിട്ട് പറയണം 6th ബേബി അല്ലാതെ 5th ബേബി പ്രഗ്നന്റ് ആവും. ബോധം കേട്ടോ, പിന്നെ സമാധാനം പറയേണ്ടി വരും. സെറ്റ് ആയിരിക്കും, നമുക്ക് ട്രൈ ചെയ്യാം. അതെ, പ്രാങ്ക് ആവൂല, പ്രാക്കാവും. പിന്നെ ഞങ്ങളെ ചാനലൊക്കെ കൊണ്ട് പായേണ്ടി വരും ബസ്സിൽ. എന്നാലും ലാസ്റ്റ് നമുക്ക് പറയാലോ പ്രാങ്ക് ആയിരുന്നു ഉമ്മാന്ന്. വീണയ്ക്ക് മുന്നേ നമുക്ക് കാക്കുന്റെ വിളിക്കാം. എന്താ പറയാ, എന്റെ അമ്മ അങ്ങനെ വീഡിയോയില് അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളല്ല. പിന്നെ അത് മാത്രല്ല, പ്രാങ്ക് ഉൾക്കൊള്ള ഒരു മെന്റാലിറ്റിന്റെ ആളല്ല, ബോധം പോവും. പിന്നെ നമ്മളതിന് സമാധാനം പറയേണ്ടി വരും. എന്നാ നമുക്ക് ഇക്കാന്റെ ഉമ്മാനെ വിളിക്കാം. പക്ഷെ ഉമ്മ വിശ്വസിക്കാൻ സാധ്യത കുറവാണ്. ഇന്ന് ഇന്റർവ്യൂ ഉള്ളത് പറഞ്ഞിട്ടുണ്ടോ? അസ്സലാമു അലൈക്കും. എവിടെ? എന്താ പരിപാടി? ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്നാ കുഞ്ഞോള് പറയും. പോസിറ്റീവായി വീണ്ടും പോസിറ്റീവായി. എന്ത് സംഭവം അറിയില്ല, മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ പോയി ചെക്ക് ചെയ്തത്. എന്താണ് അങ്ങനെ വരുമ്പോ? അതെനിക്കറിയില്ല, യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പോസിറ്റീവ് കണ്ടത്. യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പോസിറ്റീവ് ആയിക്കണത്. അല്ല, നോണയല്ല ഞാനൊന്നും പറയില്ലേ ഈ കാര്യത്തിൽ. ഞാൻ നോണ പറയോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? തോന്നിയസനം കാട്ടിയാണ്ടില്ലേ? അഞ്ചാമത്തോ ഇപ്പൊ തന്നെ? അല്ലേ, ഞങ്ങൾ നിങ്ങളൊന്ന് പ്രാങ്ക് ആക്കിയാണ് ഉമ്മ. ഹലോ ഉമ്മ. ഹലോ ഉമ്മ, അൻഷിഫയ്ക്കയും കുഞ്ഞോളത്തെയും ഞങ്ങളുടെ മുന്നിലിരുന്ന ഒരു പ്രാങ്ക് കോൾ ചെയ്തതാ. ഞങ്ങള് ലൈഫ് നെറ്റ് TV ന്നാ. എൻ്റെ പേര് അന്ന. നിങ്ങളുടെ റിയാക്ഷൻ ഒന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഇപ്പൊ തന്നെ 5ാമത്തെ കുട്ടി ആയാൽ എന്തായിരിക്കും അവസ്ഥ? ഞാനങ്ങനെ ചെയ്യുമോ? നിങ്ങൾക്ക് എന്നെ അത്ര വിശ്വാസമില്ലേ? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഈ ഒരു കാര്യത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും വിശ്വാസം. ഒന്നുമില്ല, നിങ്ങളങ്ങനെ പ്രാങ്ക് ആക്കിന്ന് വിചാരിച്ചിട്ട് ഒറിജിനൽ ആയാലും ഉമ്മ പ്രാങ്ക് ആവൂല.
ഷോക്കാവുന്നില്ല. കാരണം ഓൾറെഡി ഉമ്മാന്റെ ഉമ്മാക്ക് 15 മക്കളുണ്ട്. ഞങ്ങൾ ഇപ്പോഴും പുറകിലാണ്. അതെ. നിങ്ങൾ എത്രാമത്തെ മകളാണ് ഉമ്മ? ഓക്കെ. വല്യപ്പാന്റെ പാരമ്പര്യം ഞാനാണ് ഇപ്പൊ കാത്തു സൂക്ഷിക്കാൻ നിൽക്കുന്നത്. എന്നായിക്കോട്ടെ, ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ, എന്നാ ശരി. അസ്സലാമു അലൈക്കും. ഞാൻ വിളിക്കാം. ഞങ്ങളിവിടെ വീട്ടിൽ തന്നെയാണ്. ഇവിടെ ഇന്റർവ്യൂ. ആ ഓക്കെ. പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, പക്ഷെ ചിലർക്ക് അറിയുന്നുണ്ടാവില്ല. അൻഷിഫ്ക്ക ഒരു അസാധ്യ ഗായകനാണ്. അത് വെറുതെ പാട്ട് പാടല്ല, സ്വന്തമായിട്ട് സ്വന്തമായിട്ട് പറയിപ്പിക്കുന്ന. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ പാടില്ല. അതല്ല നിങ്ങളെ ചാനലൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ചാനലല്ലേ. എന്നാ കുഴപ്പമില്ല, എന്നെ പറ്റി പാടിക്കും. ഇത്ര നേരം നിങ്ങൾ വധിച്ചതല്ലേ, ഇതൊന്നും പറയില്ല. പാടിക്കോ. കുഞ്ഞുങ്ങൾക്ക് ആകെ ഇന്റർവ്യൂ എടുക്കാൻ ആള് വരും പറയുമ്പോ ആങ്കർ മുഞ്ചുണ്ടോന്ന് ചോദിക്കാം. ഒക്കെ പേടിയാണ്. ഒക്കെ ഞാൻ എനിക്ക് പോയാൽ അനുഭവിക്കണം. ഇല്ലില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് കൂളാണ്. ഇത് കൂളൻ. ഇവിടെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഇവിടെ കൂളായിട്ട് നിൽക്കൂട്ടോ. എന്നാളെ ഞാനേ വേറൊരു ഇന്റർവ്യൂലേ ഒരു ആങ്കർ എന്നോട് പറഞ്ഞു ഈ വലയ്ക്കൊന്ന് ഇങ്ങനെ വെച്ചോർന്നു. ഓളങ്ങോട്ട് ഉന്തിട്ട് പറഞ്ഞു ഈ വലയിലേക്ക്. അതിങ്ങനെ ഗിംബൽ വെച്ചിട്ട് പോണ ഇന്റർവ്യൂ ആണ്. അപ്പോൾ ക്യാമറമാൻ പറഞ്ഞ ടെക്നിക്കാ. ഒരു ഇത് വീഡിയോ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കൊരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആങ്കർ ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോയി വെച്ച് കിട്ടിയ ചാൻസ് അവിടെ വലയിൽ കൊണ്ടുപോയി വെച്ച്. അതിൽ ഇവളെ ഫേസ് പോയിട്ടുണ്ട്. പിടിച്ചിട്ട് ഇനി കൊണ്ടുപോയി മേലിടിയാൻ വേണ്ടി ഇത്രയും കാലം അവിടെ വല ഇട്ടിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഇട്ടിട്ടില്ലല്ലോ പറഞ്ഞിട്ട് പേര് കച്ചറ. എത്ര പ്രാവശ്യം പിന്നെ ചേച്ചീനെ വലയിലിടേണ്ടി വന്നു. അന്ന് സത്യം പറഞ്ഞ പിന്നെ നമുക്ക് ഇന്റർവ്യൂ വരുമ്പോ ആരാണ് ആങ്കർ ആരാ ചോദിക്കുള്ളൂ. ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കണോ? എന്നെ ഫോട്ടോ കണ്ടിട്ടെന്ന് തോന്നി. ഇല്ല, പക്ഷെ ഫോട്ടോ കണ്ടിട്ടില്ല. ഞാൻ ആണാണെന്ന് അറിഞ്ഞു. ആണാണ് വരുന്നത്. സർപ്രൈസ് ആയിപ്പോലെ. ഇക്ക ആക്ച്വലി ഒരു സർപ്രൈസ് സെറ്റ് ചെയ്തായിരുന്നു. എന്നാ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ പാട്ട് സ്വന്തമായിട്ട് എഴുതുന്നു, അല്ല പ്രഗ്നന്റ് ആക്കുന്നു. അതൊക്കെ അതിപ്പോ എല്ലാരും പ്രഗ്നൻസി ഡെലിവറി എടുക്കുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതെ അതെ. എങ്ങനെയായിരുന്നു ആ സിറ്റുവേഷൻ? എങ്ങനെയാ ഹാൻഡിൽ ചെയ്തത്? വീട്ടിൽ നിന്നല്ല പ്രസവിച്ചേ, കാറിൽ നിന്നാണ് പ്രസവിച്ചേ. കാറിൽ മുന്നത്തെ ചെയർ നമ്മളിങ്ങനെ ബെഡ് പോലെ ആക്കിയിട്ട് ആണ് അങ്ങനെയാണ് കുട്ടീനെ എടുത്തത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോണ വഴിയിൽ നിന്നാണ് പെട്ടെന്ന് പെയിൻ വന്ന് ഇതായി. കാരണം ഡേറ്റ് ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് അത്ര ഡിലേ വന്നത്. ഡേറ്റ് 15 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലേ? 15 ദിവസം മുന്നേ. 20 ദിവസമൊക്കെ ഗ്യാപ്പ് ഉണ്ട്. കാരണം അവിടെ പ്രസവിച്ച് പകുതി ആയ ഒരാളെ പിന്നെ അത് ഫുള്ളാക്കുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. അല്ലാതെ അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുക അല്ലെങ്കിൽ വേറെ ആളെ കൂട്ടുക അല്ലെങ്കിൽ വിളിക്കുക അങ്ങനെയുള്ള ഓപ്ഷനൊന്നും ഇല്ല. അപ്പം എനിക്ക് ആ പ്രസവം എടുക്കുക എന്നുള്ളത് എൻ്റെ മേലിൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമായതുകൊണ്ട് ഞാൻ ആ പ്രസവം എടുത്ത് ആ മുതലാണ് ഈ കിടക്കുന്നത്. കാറിന്ന് പ്രസവിച്ച കുട്ടിയാണത്. അല്ല ജിബ്രാനെ, ജിബ്രാൻ കേൾക്കുന്നുണ്ടോ? ഓൻ അങ്ങനെ ഒരു സ്വഭാവം. ഓൻ ആരെങ്കിലും മൈൻഡ് ചെയ്താല് ഭയങ്കര പ്രശ്നമാണ്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ഡോക്ടർ എന്ന് പറഞ്ഞു നീ ഒരു ഡോക്ടർ ആവേണ്ടതായിരുന്നു. എത്ര മാസമായിരുന്നു എന്താ ചോദിച്ചു ഡോക്ടർ. ലേബർ റൂമിൽ കൊണ്ടു ചെന്നപ്പോ ആ മാസം പ്രസവിച്ചു പറഞ്ഞു. അപ്പൊ ഏത് ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവം? അവരെ വിചാരം വേറെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവം എടുത്തിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആയിട്ട് ഇങ്ങോട്ട് മാറ്റിയതാണെന്നാ. അപ്പൊ ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് ചോദിച്ചു. ഹോസ്പിറ്റലിൽ നിന്നല്ല, വീട്ടിൽ നിന്നാണ് പറഞ്ഞു. അപ്പൊ ആരെ പ്രസവം എടുത്ത്? ഞാൻ തന്നെയാണ് ഡോക്ടറോട്. അപ്പൊ ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് ഒരു ദേഷ്യമുള്ള മാതിരി. കാരണം ഓരോ പണിയല്ലേ, ഒരു 3 MBBS ഒക്കെ എടുത്തിട്ട് ചെയ്യുന്ന സംഭവം നമ്മളിത് ഈ 10ാം ക്ലാസ്സും കുസ്തിയായിട്ട് നടക്കുന്ന ആൾക്കാർ ചെയ്യാറിയുമ്പോൾ ഭയങ്കര കുറച്ചില്ലല്ലോ. പക്ഷെ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒക്കെ ഓളെ ലേബർ റൂമിൽ കയറ്റി ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോയി. അപ്പോഴും കളി മിസ് ചെയ്തില്ല. അതല്ലേ, ഞാൻ ഭാര്യനെ നോക്കിയിരിക്കേണ്ട സമയല്ലേ. അതല്ലേ, ഞാനൊരു നാടിന്റെ പ്രതീക്ഷയാണ്. ഞാൻ പ്ലെയർ ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്താ വെച്ചാൽ
ഞാൻ അവിടെ നിന്ന് സ്റ്റെക്കായത്. ഫസ്റ്റ് കത്തിയിട്ടില്ല, കത്തിയിട്ടില്ല, പിന്നെ എനിക്ക് കത്തിയേ. അപ്പൊ ഞാൻ എന്താ വെച്ചാല് നാടിന്റെ ഒരു പ്രതീക്ഷയാണ് ഞാൻ. അപ്പൊ ആ നാടിന് വേണ്ടി ടൊവിനോനെ കുറിച്ച് പറഞ്ഞ മാതിരി ഒരു നാടിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റപ്പെട്ടവനാണ് ഞാൻ. അപ്പൊ ഞാൻ അല്ലെങ്കിൽ ആ കളി ഇതാവും, കപ്പ് പോവും. എന്തായാലും കുട്ടി ജനിച്ചു, അപ്പൊ എനിക്ക് ഇവിടെ ഒരു ട്രോഫിയായി, അവിടെ ഞാൻ കളിച്ചോണ്ട് അവിടെയും ഒരു ട്രോഫി. അവിടെ ഒരു ട്രോഫി. ഇനി അടുത്ത ട്രോഫി എപ്പോഴാ? ഇല്ല, ഇനിയിപ്പൊ അടുത്ത കളി ഇല്ലല്ലോ. അല്ല, ഫുട്ബോളാട്ടോ. നമ്മള് ഫുട്ബോളാണ് ഞങ്ങൾ ഞാൻ ഫുട്ബോൾ അല്ല ഉദ്ദേശിച്ചത്. കണ്ടില്ലേ, ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ട്രോഫിയാ. അത് മനസ്സിലായി. ഞാൻ ഉദ്ദേശിച്ചത് നമുക്കൊരു 5ാമതിന് എക്സ്പെക്ട് ചെയ്യാം എന്നാണ്. ഇൻഷാ അല്ലാഹ് ഒരു പഠിത്തില്ല, ഒരു കൊല്ലം കൂടി കഴിയട്ടെ. ഒരു കൊല്ലം വലിയൊരു ഇടവേള. എന്റെ പ്ലാനില് എനിക്കൊരു സെവൻസിനില്ല, കാരണം നമ്മളൊരു മുട്ടി നിൽക്കാൻ പറ്റുന്ന ആൾക്കാരാവണം. സ്വന്തം ടീം, സ്വന്തമായിട്ടൊരു ഫുട്ബോൾ ടീം ഇറക്കുക എന്നുള്ളതാണ് നമ്മളെ സ്വപ്നം അല്ലേ? ഇന്ത്യ അൻഷിഫിക്കാസ് ഫുട്ബോൾ ക്ലബ്, അങ്ങനെയാണ് അതെ. പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ? അതൊക്കെ കാണാം. ഇനി 2 കൂടി വരാണ്ട് സ്കൂൾ വിട്ടിട്ട്, ഒരു വന്നാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ക്ലബ് ഒരാളെ ബർത്ത്ഡേ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? കേക്കൊന്നും ഞാൻ കേട്ടില്ല. അബ്രഹാം ഖുറേഷി. അതെന്താ ആ പേരിട്ടെ? അതെന്താ പേരിടാൻ പറ്റില്ല? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ലാലേട്ടന് അതൊക്കെ ഇപ്പൊ വന്നതല്ലേ, ഇവൻ 5 വയസ്സായി. ഇത് നമ്മളാദ്യം ഇട്ടതാണ്. ഓ, നിങ്ങളുടെ കോപ്പി അടിച്ച് അവരിട്ടതാണ്. പിന്നെ എമ്പുരാനൊക്കെ വന്നത് അബ്രഹാം ഖുറേഷിയാണ് 2ാമത്തെ മോന്. ഫസ്റ്റത്തത് ആദം ഇബ്രാഹിം. ഇവന്റേത് ലായിക്ക് ജിബ്രാൻ. ലായിക്ക് ജിബ്രാൻ. അത് മറ്റേ ജീത്തേന് കുരുദീത്ത പൃഥ്വിരാജിന്റെ പേരാണ് ലായിക്ക്. എല്ലാ സിനിമ നടന്മാരും അതൊന്നല്ല, ഞങ്ങളിട്ട് ഇവനെത്രയായി? കുരുതി ഇറങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഇവര് 3.5-4 വയസ്സായി. അതാ ഞാൻ പറഞ്ഞേ, നിങ്ങളുടെ കോപ്പി അടിച്ചിട്ടാണ് അവരിടുന്നത്. ഇത് ടിഷ അലിഷ്ബ. അപ്പൊ ഇത്രയും ടൈം ഞങ്ങളുടെ ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു. ശുക്രൻ. ഇനിയും അടിപൊളിയായിട്ട് ഇനിയും മെമ്പേഴ്സ് കൂടി വരട്ടെ. അതെ, ഒരു വമ്പൻ തിരിച്ചുവരവ് അല്ലെ? കുറച്ചാള് ബ്രേക്ക് എടുത്ത് ഇനി ഒരു വമ്പൻ തിരിച്ചുവരവാണ് ഞങ്ങൾ എല്ലാവരും കാണാനിരിക്കുന്നത്. എല്ലാത്തിനും സാധിക്കട്ടെ. ആൻഡ് എത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് ഒരുപാട് താങ്ക് യു. ബൈ. അന്ന വിളിക്കണ്ടോ? കട്ടിയല്ലേ? അതെ, ലാസ്റ്റ് ഡേ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.